ആദാബ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രേംചന്ദിനെ കുറിച്ചുകൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അഫ്സാനയായിട്ടുള്ള ബഡേ ഘർ കി ബേട്ടി ഇതിനെ കുറിച്ചുകൊണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഈ ബഡേ ഘർ കി ബേട്ടിയുടെ ആദ്യ ഭാഗം കുറച്ചൊന്ന് നോക്കിക്കഴിഞ്ഞതാണ്. ബാക്കി ഇന്ന് നോക്കാം. അപ്പൊ അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബീനി മാധവ് സിംഗ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് രണ്ട് മക്കളുടെ വലിയ ആളുടെ പേരാണ് ശ്രീകണ്ഠൻ, അതുപോലെ തന്നെ ചെറിയ ആളുടെ പേരാണ് ലാൽ ബഹാരി സിംഗ് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ രണ്ട് പേര്, അപ്പോ അതിൽ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഇവർ രണ്ടുപേരും. അതുപോലെ തന്നെ ഭൂപ് സിംഗ് എന്ന് പറയുന്ന ആളുണ്ട്, അവരുടെ മകളാണ് ആനന്ദി. അപ്പൊ ഇവരൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഒന്ന് ബീനി മാധവ് സിംഗ്, അതുപോലെ തന്നെ ശ്രീകണ്ഠൻ, ലാൽ ബഹാരി, ഇവർ മൂന്നുപേരും ഒരു ഫാമിലിയെ പെട്ടത്. അതുപോലെ തന്നെ ആനന്ദി, ഇവരാണ്. അപ്പോ ഇതില് നമ്മൾ പറഞ്ഞു ആനന്ദിയുടെ കല്യാണം ഭൂപ് സിംഗും ആനന്ദിയുടെ കല്യാണം നമ്മള് ബീനി മാധവ് സിംഗിന്റെ മൂത്ത മകനായിട്ടുള്ള ശ്രീകണ്ഠനുമായിട്ട് നടക്കുകയാണ്. അവന് BA ഡിഗ്രി പാസ്സായിട്ടുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹം ഒരു മുഷ്തരിക്ക ഖാൻദാന്റെ ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിന്റെ വലിയ സപ്പോർട്ടറാണ്, ആയുർവേദിക് ഇതിന്റെ വലിയ സപ്പോർട്ടറാണ്, പ്രചാരകനാണ്. ഇങ്ങനെയുള്ള ഇദ്ദേഹം ഒരു ദിവസം പിരിവ് ആവശ്യാർത്ഥം എന്ത് ചെയ്തു, ഭൂപ് സിംഗിന്റെ നാഗരി പ്രചാറിന്റെ ചന്ത ജമാ करने के लिए वो एक दिन भूप सिंह के पास चले गए थे. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ഈ ഭൂപ് സിംഗുമായിട്ട് ഭൂപ് സിംഗ് इनकी जो आदत व अतवार है, तौर तरीके हैं, और उसको पसंद आए, और आखिरकार उनकी बेटी की शादी हमारे श्रीगंठ से बड़े धूमधाम के साथ किया गया. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം നോക്കാം. आनंदी देवी अपने नए घर में आई तो यहाँ का रंग ढंग कुछ और ही देखा. അപ്പൊ നമ്മുടെ ഈ ആനന്ദി ദേവി, അപ്പൊ അവിടെ വലിയ സാമ്പത്തികമായിട്ടും മറ്റും ഒക്കെ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ഒക്കെ ഒരു ഉയർന്ന കുടുംബത്തിൽപ്പെട്ട ആളുടെ മകളാണ്, അതായത് ഭൂപ് സിംഗിന്റെ മകളാണ്. അപ്പോ അങ്ങനെ ആനന്ദി ദേവി അപ്പനെ നയേ ഘർമേ, അതായത് അപ്പനെ ഷോഹർ കെ ഘർമേ, അതായത് നമ്മുടെ ശ്രീകണ്ഠന്റെ വീട്ടിൽ ചെന്നപ്പോ പക്ഷെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ, ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ, ഇവിടുത്തെ രീതി അത് കുറച്ച് വേറെ തന്നെയായിരുന്നു. जिन दिलचस्पियों और तफरीहों की वो बचपन से आदी थी, उनका यहाँ वजूद भी न था. जिन दिलचस्पिയോ താല്പര്യങ്ങള്, തഫ്രീഹ് വിനോദങ്ങളൊക്കെ അവളുടെ ചെറുപ്പത്തിലെ അനുഭവിച്ചു പോകുന്നതാണ്. ആ വക സുഖ സൗകര്യങ്ങളൊന്നും തന്നെ ഉസ്കാ വജൂദ് ബി നഥ, അതിവിടെ ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്, സാമ്പത്തികമായിട്ടും മറ്റുമൊക്കെ നോക്കുമ്പോൾ വളരെ താഴ്ന്ന ആളുകളാണ്. ഹാത്തി ഘോടോ കാ തോ ജിക്ർ കിയാ, കോയി സജി ഹുയി ഖൂബ്സൂറത് ബഹലി ബി നഥി. ഇവിടെ എന്തില്ല, ഹാത്തി ഘോട, ഇതൊക്കെ സവാരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണല്ലോ. അതുപോലെ ഹാത്തി ഒരു പ്രസ്റ്റീജിന്റെ അടയാളമായിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ. ഇവിടെ ഹാത്തി ഘോടോ ക്യാ ജിക്ർ, എന്താണ് ഇവിടെ ആ രൂപത്തിലുള്ള ആനയോ കുതിരയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പകരം ആ ഒരു സ്ഥാനത്ത് സജി ഹുയി ഖൂബ്സൂറത് ബഹലി ബിനത്തി, എത്രമാത്രം ഇവർക്ക് സഞ്ചരിക്കാൻ നല്ല ഒരു ഓപ്പൺ വണ്ടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു തുറന്ന വണ്ടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ ഇവർക്ക് സഞ്ചരിക്കാൻ എന്തില്ല, ഒരു നല്ല കാളവണ്ടി പോലും ഇല്ലായിരുന്നു. ബഹലി കാളവണ്ടി ബി നഹി ഥി. രേഷ്മി സ്ലീപ്പർ സാത്ത് ലായി ഥി. ഇവള് എന്ന് വെച്ചാൽ ഇങ്ങനെ നല്ല ഒരു മുന്തിയനും സ്ലീപ്പർ ചെരുപ്പൊക്കെ കൊണ്ടുവന്നിരുന്നു ഇവിടെ. മഗർ യഹാ ബാ കഹാ, ഇവിടെ ഇതിനൊക്കെ ഈ രേഷ്മി സ്ലീപ്പർ ഇട്ട് നടക്കാൻ പറ്റുന്ന ഒരു ബാഗ്, പൂന്തോട്ടം അതിവിടെ ഇല്ലായിരുന്നു. എന്ത് ബാ കഹാ മക്കാൻ മേ ഖിഡ്കിയാ തക് നഥി. ഇവിടത്തെ എന്ന് വെച്ചാൽ ചുമരുകൾക്ക് എന്തില്ല, ഒരു മര്യാദയ്ക്ക് ജനൽ പോലും ഇല്ല എന്നുള്ള അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ജമീൻ പർ ഫറഷ് ന ദീവാറോ പർ തസ്വീറേ, അവരെന്തില്ല ഇവിടെ, ഫറഷ് മീൻസ് ഫ്ലോറിംഗ് വർക്കുകളില്ല, എന്ന് വെച്ചാൽ നില രീതിയില്ല, ഫ്ലോറിംഗ് വർക്കുകളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ദീവാറോ പർ തസ്വീറേ, ചുമരുകളിൽ എന്താണ് പെയിന്റിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സീതാ സാദ ദഹ്കാനി മക്കാന്ത, ചുരുക്കത്തിൽ ഇതെന്ന് വെച്ചാൽ ഒരു
ദഹ്കാനി മീൻസ് ഒരു കാർഷിക ഒരു ഫാർമേഴ്സിന്റെ ഒരു വീട് പോലെയായിരുന്നു ഇവരുടെ ഈ പുതിയ വീട് അഥവാ നമ്മുടെ ശ്രീകണ്ഠന്റെ വീട് ഉണ്ടായിരുന്നത്. आनंदी ने थोड़े ही दिनों में इन तब्दीलियों से अपने तयीन इस कदर मानूस बना लिया. आनंदी ചെയ്തു थोड़े ही दिनों में चंद दिनों में കുറഞ്ഞ ദിവസങ്ങളിൽ इन तब्दीलियों से ഈ മാറ്റങ്ങളൊക്കെ അവൾ എന്ത് ചെയ്തു अपने तयीन अपने आप में उस कदर मानूस बना लिया അതൊക്കെ അവൾ ഉൾക്കൊണ്ടു ഇതിന്റെ ഭാഗമായി അവൾ മാറി. ഏതുപോലെ ഗോയ उसने तकल्लुफात कभी देखे ही नहीं അവൾ ഒരിക്കലും ഇങ്ങനെയുള്ള സുഖ സൗകര്യങ്ങളൊന്നും മീൻസ് അവളുടെ വീട്ടിൽ അനുഭവിച്ച സുഖ സൗകര്യങ്ങളൊന്നും ജീവിതത്തിൽ അനുഭവിച്ചില്ല എന്നുള്ള രൂപത്തിലേക്ക് അവൾ മാറാൻ തുടങ്ങി. എന്ന് വെച്ചാല് എത്തിയ സ്ഥലത്തിനനുസരിച്ച് അവള് ആയി തുടങ്ങി എന്നർത്ഥം. ഇനി രണ്ടാമത്തെ ഹിസ്സ നോക്കാം. ഏക് റോസ് ദോ പഹർ കെ വക്ത് ലാൽ ബഹാരി സിംഗ് ദോ മുർഗ ബയാൻ ലിയെ ആയി. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തു ഇവളുടെ അതായത് ഈ ആനന്ദിയുടെ ഇളച്ചനായിട്ടുള്ള അതായത് നമ്മളെ ഇളച്ചനായിട്ടുള്ള ലാൽ ബഹാരി സിംഗ് അഥവാ നമ്മുടെ ശ്രീകണ്ഠന്റെ അനിയനായിട്ടുള്ള ലാൽ ബഹാരി സിംഗ് അവൻ എന്ത് ചെയ്തു ദോ മുർഗ ബയാൻ ലിയെ ആയിട്ട് അവന് 2 കോഴിയെ എന്ത് ചെയ്തു വാങ്ങിച്ചു വന്നു. ഓർ ബാവജ് സെ കഹ എന്നിട്ട് ബാവജിനോട് പറഞ്ഞത് ജൽദി സെ ഗോഷ്ത് പക്കാവോ അങ്ങനെ എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ മാംസം മീൻസ് എന്താണ് കോഴിന്നൊക്കെ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് മുതശ്ശിയോട് പറഞ്ഞു അതായത് ആനന്ദിയോട് പറഞ്ഞു. മുझे ഭൂക്ക് ലഗി ഹെ എന്നിട്ട് അവൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര വിശപ്പുണ്ട് പെട്ടെന്ന് ആക്കുന്നത്. ആനന്ദി ഖാന പക്കാക്കർ ഉസ്കി മുന്തസിർ ബൈഠി തി ആനന്ദി അതുപോലെ ചെയ്തു. ഖാന പക്കാക്കർ ഉൻകി മുന്തസിർ ബൈഠി തി അവനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഗോഷ്ത് പക്കാനെ ബൈഠി മഗർ ഹാണ്ടി മേ ദേഖാ തോ അങ്ങനെ അവള് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്തു ഗോഷ്ത് പക്കാനെ ബൈഠി അങ്ങനെ അവള് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് മഗർ ഹാണ്ടി മേ ദേഖാ തോ ഘീ പാവ് ഭർ സെ ജ്യാദാ ന ഥാ അങ്ങനെ നോക്കുന്ന സമയത്ത് കാണുന്നതാണ് ചട്ടിയിൽ എന്തില്ല ഹാണ്ടി മേ ദേഖാ തോ ഘീ പാവ് ഭർ സെ ജ്യാദാ ന ഥി എന്താണ് വെണ്ണ അല്ലെങ്കിൽ എന്താണ് ഈ എണ്ണ അല്ലെങ്കിൽ നെയ്യ് എന്നറിയാം അത് എന്താണ് വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടായിരുന്നത്. പാവ് ഭർ എന്നുവെച്ചാൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ बड़े घर की बेटे कफायत शियारी का सबक अभी अच्छी तरह न पढ़ी थी. അപ്പൊ എന്ന് വെച്ചാൽ ഇവള് ഒരു വലിയ കുടുംബത്തിൽ നിന്ന് വന്നതാണ്, സാമ്പത്തികമായിട്ടും മറ്റും ഒക്കെയുള്ള ഒരു കുടുംബത്തിൽ വന്നതാണ്. അപ്പൊ ഇവള് ഈ പുതിയ വീടില് കിഫായത്ത് ഷിയാരി എന്ന് വെച്ചാൽ ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഈ വളരെ പിശുക്കിക്കൊണ്ട് ചെലവഴിക്കുക എന്നുള്ളത് അത് അവിടെ എന്തായിരുന്നില്ല അഭി അച്ചി തരേനെ പഠിക്കുക അവള് പൂർണ്ണമായിട്ടും അത്ര ഗ്രാഹ്യമായിരുന്നില്ല, അവൾ അത്രമാത്രം ഉൾക്കൊണ്ടിട്ടില്ലായിരുന്നു വെച്ചാൽ തുടക്കത്തിലാണ്. ഉസ്നെ സബ് ഘീ ഗോഷ്ത് മേ ഡാൽ ദിയ കുറെയൊക്കെ അവർ അഡ്ജസ്റ്റഡ് ആയിരുന്നു എങ്കിലും ഉസ്നെ സബ് ഘീ ഗോഷ്ത് മേ ഡാൽ ദിയ അവള് വിചാരിച്ചത് ഈ ഒരു വെണ്ണയൊക്കെ എന്ത് ചെയ്യാം ഈ ഗോഷ്തിനുള്ളതാണ് എന്നുള്ള ധാരണയിൽ അവൾ എന്ത് ചെയ്തു അത് ഉപയോഗിച്ച് അവള് മാംസം തയ്യാറാക്കി. ലാൽ ബഹാരി സിംഗ് ഖാനേക്കോ ബൈഠേത്തു അങ്ങനെ നോക്കുമ്പോ കുറച്ച് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ തയ്യാറായി. അങ്ങനെ ലാൽ ബഹാരി സിംഗ് എന്ത് ചെയ്തപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബൈഠേത്തു. ദാൽ മേ ഘീ ന ഥാ നോക്കുമ്പോ എന്താണ് ദാൽ മീൻസ് പരിപ്പിന് എന്താണ് പരിപ്പ് കറിക്ക് എന്ത് ചെയ്തിട്ടില്ല വറവിട്ടിട്ടില്ലായിരുന്നു. ദാൽ മേ ഘീ ക്യോ നഹി ചോടാ ഇയാള് ചോദിച്ചെന്ത് എന്താണ് പരിപ്പ് കറി ഉസ്മേ ദാൽ മേ ഘീ ക്യോ നഹി ഡാല എന്തുകൊണ്ടാണത് വറവിടാതിരുന്നത് എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ എന്താണ് നെയ്യ് ഒഴിക്കാതിരുന്നത് വെണ്ണ ഒഴിക്കാതിരുന്നു ചോദിച്ചു. അപ്പോ ആനന്ദിനെ കഹ ഘീ സബ് തോ ഗോഷ്ത് മേ പട് ഗയാ അപ്പൊ അവള് മറുപടി പറഞ്ഞത് ഈ ഘീ എന്ത് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഗോഷ്ത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തില്ലേ എന്ന് അവള് പറഞ്ഞു. ഇത് കേട്ടപ്പോ ലാൽ ബഹാരി ഉൻകോ ഓസ ആ ഗയാ അഭി പർസോ ഘീ ആയാ ഹേ ഇന്നലെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടല്ലേ ഉള്ളൂ ഈസ് ഖദർ ജൽദ് ഉഠ് ഗയാ അപ്പോഴേക്കൊക്കെ തീർന്നു പോയോ ഉഡ്ഗയ ഖത്മ ഹോ ഗയ എന്ന അർത്ഥത്തിലാണ്. ആനന്ദി ആജ് തോ കുൽ പാവ് ഭർ ഥാ നിങ്ങൾ വളരെ കുറച്ചല്ലേ കൊണ്ടുപോന്നിട്ടുള്ളൂ. വോ മേനെ ഗോഷ്ത് മേ ഡാൽ ദിയ ഞാൻ അതെന്ത് ചെയ്തു ഗോഷ്ത് മേ ഡാൽ ദിയ എന്നിട്ട് പറഞ്ഞു ജിസ് തര സൂഖി ലക്കടി ജൽദി സെ ജൽ ഉഠ്തി ഹെ എന്നിട്ട് ഒരു ഫിലോസഫി പറയണം ഇവിടെ എന്ന് വെച്ചാല് ജിസ് തര സൂഖി ലക്കടി ഒരു ഉണങ്ങിയ വിറക് എത്ര എളുപ്പം ജൽദി സെ ജൽ ഉഠ്തി ഹെ അത് ജ്വലിക്കുന്ന
ഉസി തരം ഭൂഖ് സെ ബൗല ഇൻസാൻ, അതുപോലെ തന്നെ എന്താണ് മനുഷ്യന് വിശപ്പ് സഹിക്കാൻ പറ്റാത്ത മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഇൻസാൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൻ എന്ത് ചെയ്യുന്നു? ചൂടാകുന്നു, ദേഷ്യം വരുന്നു, ഇടുങ്ങിയ മനസ്സാകുന്നു എന്നുള്ളത് ഒരു ഫിലോസഫി എന്നുള്ള സാധാരണ തത്വമാണ്. ലാൽ ബഹാരി സിംഗ് കോ ഭാവജ് കി യെ സുബാൻ ദറാസി ബഹുത് ബുരി മാലൂം ഹുയി. നമ്മുടെ ലാൽ ബഹാരി സിംഗിനെ ഈ ഒരു ബാവജിന്റെ എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു മുതച്ചിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഈ ഒരു സബാൻ ദറാസി എന്ന് വെച്ചാൽ അവിടെ ഈ ഒരു വായ തുറക്കൽ എന്ന് വെച്ചാല് ഇവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തായാലും നിങ്ങൾ കുറച്ചിടെ കൊണ്ടുവന്നിട്ടുള്ളൂ എന്നുള്ളതൊക്കെ പറഞ്ഞപ്പോ എന്ത് ചെയ്തു? ഉനക്കോ ബഹുത് ബുരി മാലൂം ഹുയി. അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. തീക്ക ഹോക്കർ ബോല, കുറച്ചൊന്ന് ഇതായിട്ട് പറഞ്ഞു, ചൂടിടാൻ പറഞ്ഞു. എന്ന് വെച്ചാല് മേക്കെ മേ ചാഹേ ഘീ കി നദി ബഹതി ഹോ. നിങ്ങളെ മേക്കെ മീൻസ് ഭർത്ത, ആ ഒരു ഭാര്യയുടെ വീടിനെയാണ് മേക്കെ എന്ന് പറയാം. മേക്കെ മേ ചാഹേ ഘീ കി നദി ബഹതി ഹോ. അവിടെ നിങ്ങളെ വീട്ടിലൊക്കെ എന്തായിരിക്കും? മീൻസ് നിങ്ങളെ വീട്ടിലൊക്കെ എന്തായിരിക്കും? നെയ്യിന്റെ പുഴ അങ്ങനെ ഒഴുകിയായിരിക്കില്ലേ എന്ന് പറഞ്ഞു. ഓർ ഗാലിയ സഹ്തിഹെ. അപ്പൊ ഇത് പറയുമ്പോ എന്ന് വെച്ചാല് എന്താ അറിയോ? ഇപ്പൊ നിങ്ങളെ വീട്ടിൽ എന്ന് പറഞ്ഞല്ലോ എന്ത്, ഈ ഭാര്യയോട് മീൻസ് മുത്തച്ഛിയോട് പറയണത് അവളുടെ വീട്ടിൽ എന്ന് പറയുമ്പോ അവളുടെ സ്വന്തം വീട്, അതിനെ കുറിച്ചുകൊണ്ട് ആരും തന്നെ എന്താണ് ചീത്തയായിട്ടൊന്നും എന്താണ് സ്വന്തം വീട്ടുകാരെ കുറിച്ച് ചീത്ത കേൾക്കാൻ ഒരാൾക്കും ആഗ്രഹം ഉണ്ടാവില്ല എന്ന പോലെ നമ്മുടെ ആനന്ദിക്കും അതേ അവസ്ഥ തന്നെയാണ്. അവൾക്ക് എന്ത് ചെയ്തില്ല? അച്ഛനെ പറഞ്ഞത് അല്ലെങ്കിൽ അച്ഛനെ വീടിനെ കുറിച്ചിട്ട് പറഞ്ഞത് എന്ത് ചെയ്യില്ല? ഒരിക്കലും ഇഷ്ടമായില്ല. അവളുടെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞത് ഇഷ്ടമായില്ല. എന്നിട്ട് പറയാണ് ഓരോരുത്തരെയും ഗാലിയ സഹതിയെ. എന്താണ്? ഒരു സ്ത്രീക്ക് അവളെ കുറിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? ഗാലിയ, ചീത്ത വെടികളും കാര്യങ്ങളൊക്കെ അവൾക്ക് സഹിക്കാൻ സാധിക്കും. മാർ സഹതിയെ, അടി കിട്ടിയാൽ അതും സഹിക്കാൻ സാധിക്കും. മഗർ മേക്കെ കി നിന്ദ ഉസേ നഹി സഹി ജാതി. പക്ഷെ ഈ ഒരു സ്വന്തം വീട്ടുകാരെ കുറിച്ചുകൊണ്ട് നിന്ദിച്ചത്, അപമാനിച്ചത് वो बर्दाश्त नहीं कर सकती थी. അത് അവൾക്ക് സഹിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. ആനന്ദി മുഹ് പയർക്കർ ബോലി. അത് കണ്ടപ്പോ ആനന്ദി മുഹ് പയർക്കർ എന്ന് വെച്ചാൽ മുഖം തിരിച്ചിട്ട് അവൾ പറഞ്ഞത്, ഹാത്തി മരാ ഭി തോ 9 लाख का വഹാ ഇത്ന ഘീ റോസ് നായി കുഹാ ഖാ ജാത്തെ ഹെ. അവിടെ ഒരു പ്രയോഗമാണ്, ഹാത്തി മരാ ഭി തോ 9 लाख का എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ആന ചത്തതാണെന്നുണ്ടെങ്കിൽ എന്താണ്? ആന ചെരിഞ്ഞതാണെങ്കിലും അത് 9 ലക്ഷത്തിൻ്റെതാണ്. ഉദ്ദേശിച്ചാണ് അവിടെ ഇങ്ങനെയൊന്നും അല്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല, അവിടെ എന്താണ്? അപ്പൊ ഇങ്ങനെയൊന്നും അല്ല എന്ന് പറയുമ്പോഴേക്ക് തന്നെ എന്താണ്? ഇവിടെ വളരെ വരെ നിസ്സാരമാക്കിയ പോലെ തോന്നി. എന്നിട്ട് അടുത്ത വാക്കുകൂടി പറയണത്, വഹാ ഇത്തന ഘീ. അവിടെ എത്ര നിങ്ങൾ കൊണ്ടുവന്ന എത്ര ഘീ ഉണ്ടല്ലോ, അത് റോസ് ഡയലി ആര് കഴിക്കുന്നത്? നായി കുഹാർ ഖാ ജാത്തെ ഹെ. നായി എന്ന് പറഞ്ഞാല് നമ്മുടെ ബാർബർ എന്നറിയാം, നമ്മളുടെ ഇവിടെ വെച്ച് പറയുമ്പോൾ ബാർബർ എന്നറിയാം. അതുപോലെ തന്നെ കുഹാർ എന്ന് പറഞ്ഞാൽ കുമാർ എന്നുള്ള മീൻസ് മൺപാത്രം ഒക്കെ ഉണ്ടാക്കുന്ന ചെട്ടിയന്മാർ എന്നൊക്കെ പറയുന്നത്, അവര് ഖാജാത്തെ ഹെ എന്ന് വെച്ചാല് അവിടെയുള്ള നമ്മുടെ നാട്ടിൽ എന്താണ് ഈ നായി കുഹാർ എന്നൊക്കെ പറഞ്ഞത് ലോവർ കാസ്റ്റിലെ ആളുകളായിരിക്കും മിക്കവാറും ഈ ജോലി ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ സിറ്റുവേഷൻ വെച്ചുകൊണ്ടല്ല, കേരളത്തിൽ ആരും ഏത് പണിയെടുക്കുന്നില്ല വേറെ കാര്യം. പക്ഷെ എന്ന് വെച്ചാല് ഉത്തരേന്ത്യയിലൊക്കെ എന്ന് വെച്ചാൽ അതത് ജാതിയിൽപ്പെട്ട ആളുകളെ അതത് ജോലി ചെയ്യുള്ളൂ. സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളായിരിക്കും പൊതുവെ നായി കുഹാർ എന്നുള്ള വിഭാഗങ്ങളൊക്കെ. ഇങ്ങനെ ധാരാളം വിഭാഗക്കാരുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ്. അപ്പൊ ഇവരൊക്കെ അവിടെ എന്താണ്? നമ്മളെ നാട്ടില് ഇവിടെ പറയണത്, നമ്മളെ നാട്ടില് ഈ താഴ്ന്ന വിഭാഗക്കാർ ഇവര് വരെ എന്ത് ചെയ്യാറുണ്ട്? ഇത്രയും വെണ്ണയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വാങ്ങിക്കാറുണ്ട്. അവര് ഇത്രയും ദിവസം ഉപയോഗിക്കാറുണ്ട് എന്നുള്ള രൂപത്തിൽ പറയണം. അപ്പോ ഇതുകൂടി ഈ താഴ്ന്ന ഈ വിഭാഗം ആളുകൾ പോലും ഇത്രയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നും എന്താണ് അവിടെ ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയുന്നവർ കൊണ്ട് എന്ത് ചെയ്തു? ഇത് വല്ലാതെ നമ്മളുടെ ലാൽ ബഹാരിക്ക് വല്ലാതെ അത് പൊള്ളി. ലാൽ ബഹാരി കേട്ടപ്പോ എന്ത് ചെയ്തു? ജൽ ഉദ്ഗയ, അവന് ഭയങ്കര ജ്വലിച്ചു എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്തു? ഭയങ്കര ഒസാകിയ. थाली उठाकर पटक दी और बोला. അവൻ എന്ത് ചെയ്തു? താലി പ്ലേറ്റ് എടുത്തിട്ട് ഉठाकर पटक दी എന്നിട്ട് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ബോല ദേഷ്യത്തില് ജി ചാഹതാ ഹൈ കി താലു സെ ജബാൻ ഖീഞ്ച് ലേ. എന്താണ്? നാക്കുന്ന് എന്താണ് നാവ് പിടിച്ച് ഇങ്ങോട്ട് പിടിച്ച് പറിച്ചിട്ടാലോ എന്നുള്ള തോന്നലാണ് എനിക്കിപ്പം വരുന്നത് വെച്ചാല്. നാവിന്റെ നീളം അറിയില്ല എന്ന് വെച്ചാല് അത്രയും എന്താണ് ദേഷ്യം നമ്മുടെ ലാൽ ബഹാരിക്ക് വന്നു.
आनंदी को भी गुस्सा आ गया. ആനന്ദിക്ക് സഹിക്കാൻ പറ്റിയില്ല. ചെഹര സുർഖ് ഹോ ഗയാ, മുഖമൊക്കെ ആകെ കൂടെ ചുവന്നു. ബോലി, അവളും പറഞ്ഞു, എന്താണ്, വോ ഹോതെ തോ ആജ് ഉസ്കാ മസാ ചുക്കാ ദേത്തെ. ഓ, മൂപ്പരുണ്ടെന്നുണ്ടെങ്കിലേ എന്ത് ചെയ്തിരുന്നു, ഇതൊക്കെ ഞങ്ങൾക്ക് എന്ത് ചെയ്തിരുന്നു, കാണായിരുന്നു, നമുക്ക് എന്ത് ചെയ്തിരുന്നു, ഞാൻ കാണിച്ചു തന്നിരുന്നു പറഞ്ഞിട്ട് പറയാണ്. ഓ മസ ഉസ്കാ മസ വോ ചുക്കാ ദേങ്കി. അതിന്റെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മൂപ്പര് കാണിച്ചു തന്നിരുന്നു എന്ന് വെച്ചാല്, ശ്രീകണ്ഠൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിരുന്നു, അയാൾക്കിന്ന് ഈ കാണിച്ച കാട്ടിക്കുട്ടി കാര്യങ്ങളുണ്ടല്ലോ, അത് ശരിക്കും ഈ അറിഞ്ഞിരുന്നു എന്ന് പറയാണ്. അങ്ങനെ അപ്പൊ നൗജവാൻ ഉജർ ഠാക്കൂർ സെ ജബത് ഹോസക്ക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ, ഈ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നപ്പോ ചോദിച്ചാലോ, മൂപ്പരുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞപ്പോഴല്ലോ, അതോടുകൂടി എന്ത് ചെയ്തു, അപ്പൊ ഈ ഹമാരെ നൗജവാൻ ലാൽ ബഹാരി സിംഗ് അയാൾക്ക് എന്ത് ചെയ്തു, ജബത് ഹോസക്ക, അയാളുടെ കൺട്രോളൊക്കെ അങ്ങോട്ട് വിട്ടു. ഘടാവു ഉഠാക്കർ ആനന്ദിക്ക് ജോർ സെ ഫേങ്കി. അവൻ എന്ത് ചെയ്തു, കൂടെ കൊണ്ടെടുത്തിട്ട് എന്ത് ചെയ്തു, ഉഠാക്കർ ആനന്ദിക്ക് തറഫ്, ആനന്ദിന്റെ അടുത്തേക്ക് ജോർ സെ ഫേങ്കി, എന്നിട്ട് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തു, എടുത്ത് വലിച്ചെറിഞ്ഞു. ബോല ഇന്നലെ പറഞ്ഞത്, ജിസ്കെ ഗുമാൻ पर तुम बोली हो, जिसके गुमान पर बोली हो उसे भी देखूंगा और तुम्हें भी. ഓ, ഈ ആരെ വെച്ചിട്ട് വേണ്ടി പറയുന്നത്, എന്താണ്, ഉസേ ബി ദേഖൂങ്ക ഓർ തുമേ ബി. ഓനെ ഞാൻ കാണിച്ചുതരാം, അന്നി ഞാൻ കാണിച്ചുതരാന്ന് അറിയില്ലേ, ആ ഒരു അർത്ഥത്തിൽ പറയണത്. എന്ന് വെച്ചാൽ എനിക്ക് ആരും ഒന്നും അല്ല എന്നുള്ള അർത്ഥത്തിൽ പറയാണ്. ആനന്ദിനെ ഹാത്ത് സെ ഘടാവ് രോക്കി. ആനന്ദ് ചെയ്തു, കൈ കൊണ്ട് അപ്പനെ ഹാത്ത് ഇസ് ഘടാവ് രോക്കി, തടഞ്ഞു. സർ ബച്ച് ഗയ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, തലക്കൊന്നും പറ്റിയില്ല. മഗർ ഉംഗലിമേ സഖ്ത് ചോട്ടായി, പക്ഷെ വിരലുകൾക്ക് എന്ത് ചെയ്തു, നല്ല കാര്യമായി മുറിവേറ്റു. ഉസ്സേ കെ മാരെ हवा के हिलते हुए पत्ते की तरह कांपती हुई अपने कमरे में आकर खड़ी हो गई. അവൾക്ക് ഉസ്സേക്ക് മാരെ മീൻസ് ഉസ്സ ഭയങ്കര ദേഷ്യത്തോടുകൂടി അവൾ എന്ത് ചെയ്തു, ഹവാക്കി ഹിൽത്തി ഹുയി പത്തേക്ക് തര, മീൻസാല് ഈ കാറ്റ് കടിക്കുന്ന സമയത്ത് ചമ്മലൊക്കെ ഒരു കൂടല്ലോ, ഒരു മൂലയില് എന്ന പോലെ അവൾ എന്ത് ചെയ്തു, ആകെ വിറച്ച് അവൾ എന്ത് ചെയ്തു, പത്തേ കാമ്പത്തി ഹുയി വോ അപ്പനെ കമരേമേ ആക്കർ ഖടി ഹോ ഗയി. അവൾ അവളുടെ റൂമിൽ വെച്ച് നിന്നിട്ട് എന്ത് ചെയ്തു, അവിടെ നിന്നു. ഓരത് കസോർ, എന്നിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരത് കസോർ, ആ ഒരു സ്ത്രീയുടെ ശക്തി, ഒരു ഹൗസ്ല, ധൈര്യം, ഇതൊക്കെ എന്താണ്, ഓറോർ, അഹങ്കാരം, ഇസ്സത്ത്, അഭിമാനം, ഇതൊക്കെ എവിടെയാണ്, ഷോഹർ കി ജാസ് ഹെ, ഭർത്താവിന്റെ ആ ഒരു അതുപോലെയാണ്, സ്റ്റാറ്റസ് പോലെയാണ്, അല്ലെങ്കിൽ എന്താണ്, അവരുടെ ആ ഒരു ബലത്തിലാണെന്ന് പറയാം. ഉസേ ഷോഹർ കി താഖത്ത് ഓർ ഹിമ്മത്ത് കാ ഗമണ്ഡ് ഹോത്താ ഹെ. അവർക്ക് സാധാരണഗതിയിൽ എന്തുണ്ടാവും, ഷോഹർ കി താഖത്ത്, ഭർത്താവിന്റെ കഴിവ്, ഭർത്താവിന്റെ ധൈര്യം, അതിനെ കുറിച്ചുള്ള എപ്പോഴും അഭിമാന ബോധം ഉണ്ടാകും. ആനന്ദി ഖൂൻ കാ ഗൂണ്ട് പീക്കർ രഹ് ഗയി. ആനന്ദി ഇത് ഖൂൻ കാ ഗൂണ്ട് പീക്കർ എന്ന് പറഞ്ഞാൽ ഗുസ്സ, ഗുസ്സേക്കോ ബർദാഷ്ത് കർക്കെ വോ രഹ് ഗയി എന്ന് പറയാണ് ഇവിടെ. ശ്രീകണ്ഠൻ ശ്രീകണ്ഠ് സിംഗ്, അതാണ് നമ്മുടെ ശ്രീകണ്ഠൻ. ശ്രീകണ്ഠ് സിംഗ് ഹർ ശുംഭ കോ അപ്പനെ മകാൻ പർ ആയ കർത്തെ थे. അവനെ എല്ലാ ദിവസവും വീക്കെൻഡിലാണ്, അതായത് ശനിയാഴ്ചയാണ് എന്ത് ചെയ്യാറുള്ളത്, അപ്പനെ മകാൻ പർ ആയ കർത്തെ थे, അവന്റെ വീട്ടിലേക്ക് മടങ്ങിയിരുന്നത്. ജുമൂരക്ക ഈ വാക്കയത. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ, ഈ പരിസരയിലും വർത്താനം കാര്യങ്ങളൊക്കെ നടന്നിരുന്നാണ് ജുമൂര, ഇതിനകത്താണ് വെള്ളിയാഴ്ച രാവ്. ദോ ദിൻ തക് ആനന്ദിനെ ഈ കുച്ച് ഖായ ന പിയ. ദോ ദിൻ തക്, 2 ദിവസമായിട്ട് എന്താണ് നമ്മുടെ ആനന്ദി കുച്ച് ന ഖായ ന പിയ, ഒന്നും കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല. ഉൻകി രാഹ് ദേഖ്തി രഹി. ഉൻകി മീൻസ് ആരുടെ നമ്മുടെ ശ്രീകണ്ഠനെ നോക്കിയിരിക്കുകയാണ്, വരുന്ന പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ ആഖിർ ശുംബാക്കോ ഹസ്ബ മാമൂൽ ഷാം കെ വക്ത് വോ ആയെ. പതിവ് പോലെ അവൻ എന്ത് ചെയ്തു, അവസാനം ശനിയാഴ്ച രാത്രി അവൻ എന്ത് ചെയ്തു, വൈകുന്നേരം അവൻ എന്ത് ചെയ്തു, വോ ആയെ ഓർ ബഹർ ബൈഠ്കർ കുച്ച് മുൽക്കി വോ മാലി ഖബറേൻ. അങ്ങനെ പുറത്ത് വരാൻ ചെയ്തതിനെ ഇരുന്നിട്ട് എന്ത് ചെയ്തു, എന്ത് ചെയ്തു, കുച്ച് മുൽക്കി വോ മാലി ഖബറേൻ, കുറച്ച് രാജ്യത്തെ കുറിച്ചുകൊണ്ട്, അതുപോലെ തന്നെ സാമ്പത്തിക ഇക്കണോമിക്കൽ കണ്ടീഷനെ കുറിച്ചുകൊണ്ടൊക്കെ എന്ത് ചെയ്തു, സംസാരിച്ചു. അതുമായിട്ട് എക്കണോമിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചുള്ളൊക്കെ സംസാരിച്ചു. കുച്ച് നയ മുഖദ്ദിമാത് കി തജ്വീസ്, അതുപോലെ തന്നെ ചില പുതിയ കേസുകളുടെ കുറിച്ചുകൊണ്ടൊക്കെയുള്ള സജഷൻസ്, ഓർ ഫൈസലെ ബയാൻ കർണയിലേക്ക് ചില തീരുമാനങ്ങളൊക്കെ എന്ത് ചെയ്തു, ചർച്ച ചെയ്യാൻ തുടങ്ങി. ഓർ സിൽസിലെ തഖരീർ മീൻസ് ഈ ഒരു പ്രഭാഷണ പരമ്പര എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ ഇവന്റെ ഈ സംസാര കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, 10 ബജെ തക് രാത് ജാരി രഹ. രാത് കെ 10 ബജെ തക് ജാരി രഹ, രാത്രി
10 മണി വരെ തുടർന്നു. അങ്ങനെ दो तीन घंटे आनंदी ने बेइंतहा इस्तराब के आलम में काटे. അങ്ങനെ എന്ത് വെച്ചാൽ 2-3 घंटे 2-3 മണിക്കൂർ ആനന്ദി ഇതൊക്കെ അസഹനീയമാണ് എങ്കിലും അവൾ എന്ത് ചെയ്തു ഇതൊക്കെ എന്ത് ചെയ്തു ഇങ്ങനെ സഹിച്ചുകൊണ്ടേ നിന്നു. ഖാനെ കവക്കായ അങ്ങനെ അവസാനം ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. പഞ്ചായത്ത് കുട്ടി അങ്ങനെയുള്ള പഞ്ചായത്ത് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു മീൻസ് എല്ലാവരും ഒരു കൂടി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു തഹ്ലിയ ഹുവ തോ ലാൽ ബഹാരി അങ്ങനെ എല്ലാവരും പിരിയാനൊക്കെ ആയ സമയത്ത് നമ്മുടെ ലാൽ ബഹാരി പറഞ്ഞത് ഭയ്യ ആപ് സറ ഘർ മേ സംസാ ദീജിയേഗ, നിങ്ങളെ വീട്ടിലൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുത്തിരിക്കും. വീട്ടിൽ ഉദ്ദേശിച്ച ആരാണ്? ഭാര്യയാണ്. ഭാര്യയോടൊക്കെ എന്ത് ചെയ്യാന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത് കെ ജബാൻ സംഭാൽ കർ ബാത്ചീത് കിയാ കരെ, ഒക്കെ നാവൊക്കെ ഒന്ന് സൂക്ഷിച്ച് സംസാരിക്കണം, ഉപയോഗിക്കണമെന്ന് ഭാഷ ഒന്ന് പ്രയോഗിക്കണമെന്ന് പറയണം എന്ന് പറയാണ്. വർണ്ണ അല്ലെങ്കിലോ നാഹക് ഏക് ദിൻ ഹൂൻ ഹോ ജായേഗ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും വെറുതെ ചോര ചിന്തേണ്ടി വരും എന്ന് പറയണം, അല്ലെങ്കിൽ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ബീനി മാധവ് സിംഗിനെ ഷഹാദത്തി, അദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള ബീനി മാധവ് സിംഗ്, അയാൾ അതിനെന്ത് ചെയ്തു സാക്ഷി പറയാൻ തുടങ്ങി. എന്താണ്? ബഹു ബേട്ടിയോ കി ഈ ആദത്ത് അച്ഛി നഹി കെ മർദോ കെ മുഹ് ലഗെ. അദ്ദേഹം പറഞ്ഞത് ബഹു ബേട്ടിയോ കി, അവരുടെ മരുമക്കളുടെയും അവർ പെൺകുട്ടികളുടെയും ഒക്കെ കാര്യം എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ്, അവർക്ക് ഈ ആദത്ത് അച്ഛി നഹി, ഇത് അവർക്ക് നല്ലൊരു സ്വഭാവമല്ല. എന്ത് കെ മർദോ കെ മുഹ് ലഗെ, ഈ ആണുങ്ങളുടെ കാര്യത്തില് ആണുങ്ങളുടെ ഇതായിട്ടുണ്ട്, ആണുങ്ങളുടെ കലമ്പുക എന്നുള്ളത് അതെന്തല്ല ഒരു നല്ല സ്വഭാവമല്ല എന്നുള്ള രൂപത്തിൽ അച്ഛൻ പറഞ്ഞു. ഇതും കൂടി ആയപ്പോ ലാൽ ബഹാരി അടുത്ത് പറയാണ് വോ ബഡേ ഘർ കി ബേട്ടി ഹെ തോ ഹം ലോഗ് ബി കോയി കുർമി കുഹാർ നഹി. അപ്പൊ പറയണത് വോ ബഡേ ഘർ കി ബേട്ടി ഹെ തോ, ഓള് വലിയ തറവാട്ടിൽ നിന്ന് വന്നോളാണെന്ന് വിചാരിച്ച്, ഹം ലോഗ് ബി നമ്മളെന്തല്ല കോയി കുർമി കുഹാർ നഹി, നമ്മളെന്താണ് താന്ന ജാതിപ്പെട്ടൊന്നല്ല എന്ന് പറയാണ്. കുർമി കുഹാർ ജാതികളാണ് ഇവിടെയുള്ള. ഇപ്പൊ സ്ത്രീകളുടെ പറയണേ ആഖിർ ബാത് ക്യാ ഹുയി, എന്താ അവിടെ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്ത്രീകളുടെ ഇപ്പൊ ലാൽ ബഹാരി പറയണത് കുച്ച് ബി നഹി, കാര്യമൊന്നുമില്ല. എന്താണ്? യു ഹി ആപ്നെ ഉലജ് പടേ, ആശില്ലാതെ അവളങ്ങോട്ട് കട്ടഴിച്ചിട്ടാണെന്ന് അറിയാലോ. എന്ന് വെച്ചാൽ ആശില്ലാതെ പ്രശ്നം ഉണ്ടാക്കിയത് തന്നെ. മേക്കെ കെ സാമനെ ഹം ലോഗോ കോ തോ കുച്ച് സമസ്തി ഹി നഹി, അവളെ മേക്കെ സാമനെ അവളുടെ വീട്ടുകാരെ മുമ്പിൽ നമ്മളെന്താണ് ഹം ലോഗോക്കും നമ്മള് തോ കുച്ച് സമസ്തി ഹി നഹി, നമ്മൾ ഒന്നും അല്ല എന്നാണ് അവള് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് പറയാണ്. ശ്രീകണ്ഠ് ഘാ പീക്കർ ആനന്ദി കെ പാസ് ഗേ, അങ്ങനെ ശ്രീകണ്ഠൻ എന്ത് ചെയ്തു ഭക്ഷണം കഴിച്ചു ഒക്കെ അതിന് ശേഷം ചെയ്തു ആനന്ദിയുടെ അടുത്തേക്ക് ചെന്നു. വോ ബി ഭരി ബൈഠി ഥി, അവളെന്താണ് ഇങ്ങനെ ഭരി ബൈഠി നിറഞ്ഞു നിൽക്കാന്ന് എന്താണ് അവളാകെ ദേഷ്യം പിടിച്ച് സഹിച്ച് നിൽക്കുകയാണ്. ഓർ ഈ ഹസ്രത് ബി കുച്ച് തീഖേ ഥേ, നമ്മുടെ ശ്രീകണ്ഠൻ എന്താണ് ഇപ്പോ കുറച്ച് ആകെ ഇവിടൊക്കെ ഒരു വെറുപ്പ് മനസ്സിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ്. ആനന്ദിനെ പൂച്ച, ഇയാൾ ആ റൂമിലേക്ക് വന്നപ്പോ ആനന്ദി ചോദിച്ചത് മിസാജ് തോ അച്ഛാ ഹെ ഠീക് ഹെ ക്യാ ഖൈരിയത്ത് എന്നുള്ള ചോദിച്ചു. സുഖം തന്നെ എല്ലാം ചോദിച്ചു. അപ്പോ ശ്രീകണ്ഠ പോലെ ബഹുത് അച്ഛാ ഹെ, വളരെ നല്ലതാണ്. പിന്നെ ഈ ആജ്കൽ തുംനെ ഘർ മേ ക്യാ തൂഫാൻ മച്ചാ രഖാ ഹെ, ആജ്കൽ ഇക്കാലത്ത് നീ എന്താണ് ഇവിടെ വീട്ടിലൊക്കെ തൂഫാൻ മച്ചാ രഖാ ഹെ, ഈ വലിയ തൂഫാൻ കൊടുങ്കാറ്റൊക്കെ ഉണ്ടാക്കി വെച്ചത് എന്താണ് നീ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് ചോദിക്കാണ്. ആനന്ദിക്ക് തേവറോം പർ ബൽ പടുകയെ, ആനന്ദിക്ക് അതും കൂടി കേട്ടപ്പോ എന്ത് ചെയ്തു തേവറോ പർ ബൽ പടുക എന്ന് വെച്ചാൽ ആകെ കൂടി നെറ്റിയൊന്നും ഇതായി എന്ന് വെച്ചാൽ ആകെ കൂടി ഒന്നുകൂടി കയറി ദേഷ്യം വന്നു. അപ്പോ ജുൻചുലാഹട്ട് കെ മാരെ ഉസ്സേ കെ മാരെ അവൾ എന്ത് ചെയ്തു ബദൻ മേ പസീന ആകിയ, ശരീരത്തിലൊക്കെ ആകട്ടെ വിയർക്കാൻ തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തു ബോലി അവൾ പറഞ്ഞത് ജിസ്നെ തുംസെ യെ ആഗ് ലഗായി ഹെ तो मुह जुलस दूंगा, मुह जुलस दूं. അവൾ പറയണത് ജിസ്നെ തുംസെ യെ ആഗ് ലഗായി, ആരാണോ നിന്നെ ഈ കത്തിച്ചു വിട്ട ആളുണ്ടല്ലോ അയാൾ എന്റെ കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും തോ മുഹ് ജുലസ് ദൂങ്ക, അവനെടുത്ത മോ ഞാൻ കത്തിച്ചു വിട്ടു എന്ന് പറഞ്ഞാല് അത്രയും ദേഷ്യത്തിലാണ് ഉള്ളത്. കിട്ടിയ എരി എന്ന് പറഞ്ഞത് ആ രൂപത്തിലാണ് ഉള്ളത്. ശ്രീകണ്ഠൻ യിസ് ഖദർ തേസ് ക്യോ ഹോത്തി ഹോ കുച്ച് ബാത് തോ കഹോ. അപ്പൊ ശ്രീകണ്ഠൻ പറയുന്നത് യിസ് ഖദർ തേസ് ക്യോ ഹോത്തി, നീ എന്തിനാണ് അത്രയും കൂടുതലാണ് ദേഷ്യം